നിരവധി ഹിറ്റ് പാട്ടുകളിലൂടെ നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നേഹയും യാക്സനും എത്തുകയാണ് കപ്പയിലൂടെ അലയാഴികളുമായി. നമുക്ക് നേരിട്ട് വിശേഷങ്ങൾ അവരോട് ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ആദ്യം പാട്ട് പാടി തന്നെ നമുക്ക് വിശേഷങ്ങൾ തുടങ്ങാം അല്ലേ? മേലേ ലോകം മേലേറിയിരുന്നു കോലം മൂടി പകലിൽ രാവിൻ തോറ്റം മേലാകെ മേയുമ്പോൾ മാഞ്ഞു മൂകം നിഴലേ നിറയും പുകയിൽ പതിയെ നുഴയും അഴലിന്നാഴമിതിൽ അലയാഴികൾ തിരമാലകൾ ഇരവാറുമോ ഒളിമിന്നുവാൻ അലയാഴികൾ തിരമാലകൾ ഇരവാറുമോ എങ്ങനെയാണ് അലയാഴികളിലേക്ക് എത്തിയത്? ഇപ്പൊ തെയ്യം ഒരു തീമായിട്ട് എടുക്കാന്ന് ആ ഒരു ബൾബ് ആർക്കാണ് ആദ്യം കിട്ടിയത്? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ തെയ്യമായിട്ട് രണ്ടുപേർക്കും? നമുക്ക് കണക്ഷൻ ഇല്ല. ഞാൻ തൃശ്ശൂർക്കാരിയാണ്, ഇവൻ ട്രിവാൻഡ്രം ആണ്. ബേസിക്കലി പാട്ടിൻ്റെ ഒരു പൊരുൾ എന്താന്ന് വെച്ചാൽ നമ്മുടെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഒരു വേണ്ടപ്പെട്ട ഒരു ഫിഗർ പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ജീവിതത്തിൽ ഈ ലോസ്റ്റ് ഹിസ് ഫാദർ വെൻ ഹി വാസ് 10 years old. അപ്പം അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു ഇവൻ പിയാനിസ്റ്റ് മ്യൂസിഷ്യൻ ആവണമെന്ന്. ആ പ്രായത്തിൽ എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു, പക്ഷെ ക്ലാസ്സിലൊക്കെ നിർബന്ധിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടാണ് ഈ ടേണിംഗ് പോയിന്റ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വരികയും ഓർഗാനിക്കായിട്ട് കൊയറിൽ ജോയിൻ ചെയ്യുകയും മ്യൂസിക്കിലേക്ക് വരുന്നത്. അപ്പം ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ്, അത് ഒരു അങ്ങനത്തെ ഒരു ഡാർക്ക് സംഭവം, കാരണം ഒരു നല്ല സംഭവം ഉണ്ടായി. അങ്ങനെ അപ്പൊ ഇതിലും അങ്ങനത്തെ അതുകൊണ്ടാണ്. അപ്പൊ അങ്ങനത്തെ ഒരു തീം വെച്ചാണ് ചെയ്തത്. പിന്നെ തെയ്യത്തിന്റെ സംഭവം നമ്മൾ ചുമ്മാ ഡിസ്കസ് ചെയ്തു കഥകരമായി വിഷ്വലി എന്തൊക്കെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ കഥ വിഷ്വലി നമുക്ക് കാണിക്കാൻ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് തെയ്യത്തിന്റെ ഒരു അണ്ടർലൈൻ തെയ്യം ആർട്ട് ഫോമിൽ ഒരു ചെറിയ ഡാർക്ക് ഒരു എന്താ പറയാ ഇതുണ്ടല്ലോ, അതിന്റെ ഒരു മൂഡ്. അപ്പം സോങ്ങിന്റെ മൂഡുമായിട്ട് ചെയ്യും. അപ്പൊ ഇതിലും ആ വീഡിയോയിലും നമ്മൾ കാണിക്കുന്നത് അച്ഛൻ ഒരു തെയ്യം പ്ലെയർ ആണ്, പക്ഷെ മോന് അതില് താല്പര്യമില്ല. പക്ഷെ ഈ അച്ഛൻ എസ്പെഷ്യലി തെയ്യം കളിച്ച് രാവിലെ തിരിച്ച് വരുമ്പോൾ ഉള്ള കുറെ ബേൺസും ഇതൊക്കെ പുള്ളി കണ്ടിട്ട് പുള്ളിക്ക് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ല. പക്ഷെ അച്ഛൻ്റെ മരണം ശേഷം തിരിച്ചു വന്ന തെയ്യം പുള്ളിയുടെ കോളിംഗ് അതാണ്. അങ്ങനെ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് ചെയ്തൊരു തെയ്യത്തിന്റെ ഒരു മ്യൂസിക് എന്ന് പറയുമ്പോൾ മേളം ചെണ്ടയൊക്കെ ആണെങ്കിലും ഭയങ്കര വൈബ്രന്റ് ആണ്. അപ്പം തെയ്യം എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു മേക്കപ്പും പിന്നെ മ്യൂസിക്കും ആയിരിക്കുമല്ലോ. അപ്പം ഒരു പുതിയൊരു ഫോമിലേക്ക് ഇങ്ങനെ ഒരു ഫ്യൂഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചലഞ്ചസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? ആക്ച്വലി തെയ്യത്തിന്റെ കോൺസെപ്റ്റ് വന്നത് പാട്ട് ഉണ്ടാക്കിയ ശേഷമാണ്. അപ്പൊ നമുക്ക് അങ്ങനത്തെ നമ്മൾ ആലോചിച്ചതേ ഇല്ല, പക്ഷെ കറക്റ്റായിട്ട് വന്ന് വീണു. ഇപ്പോ കപ്പയിലേക്ക് വരുമ്പോ ആദ്യം കവർ സോങ്സ് ഒക്കെ പാടി കപ്പയിൽ വന്നിരുന്നു. ഇപ്പൊ ദേ ഒരു ഓൺ കമ്പോസിഷനുമായിട്ട് വന്നേക്കാണ് കപ്പയിൽ. തിരിച്ച് തറവാട്ടിലേക്ക് മറ്റേ കപ്പുമായിട്ട് അഭിമാന പുരസ്സരം വരുന്നു എന്ന് പറയാം. അപ്പൊ എങ്ങനെയാണ് ഫീലിംഗ് കപ്പയുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ? അടിപൊളി ഫീലിംഗ് ആണ്. ആക്ച്വലി കപ്പയിൽ നമ്മൾ തുടങ്ങിയത് കവർ സോങ്സ് വെച്ചായിരുന്നു. പിന്നെ മ്യൂസിക് മോജോ രണ്ടാമത്തെ സീസണിൽ നമ്മൾ നമ്മുടെ സ്വന്തം പാട്ടുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്നും അധികം അതെ ഫുൾ ലൈവായിട്ടാണ് ചെയ്തത്. അപ്പൊ എന്താ പറയാ, അങ്ങനത്തെ ഒരു കുറെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് കപ്പയിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒറിജിനൽ
ചെയ്യാൻ പറ്റിയതിൽ സന്തോഷം. അതെ. അപ്പോൾ വരികൾക്ക് ഭയങ്കര പ്രത്യേകതകൾ തോന്നും ചിലപ്പോൾ, അർത്ഥങ്ങളൊക്കെ. അപ്പം എങ്ങനെയാണ് വരികൾ വായിച്ചിട്ടും കേട്ടിട്ടും ഫീല് മനസ്സിലാക്കുന്നതായിരിക്കും, അതോ മനസ്സിൽ വിഷ്വൽ ചെയ്തിട്ടാണോ, അതോ ആദ്യമേ തന്നെ വീഡിയോ ഒക്കെ കാണുമോ, പാട്ടിന്റെ വീഡിയോ ഉണ്ടാവുമായിരിക്കുമോ? യൂഷ്വലി കാണാൻ പറ്റാറില്ല വീഡിയോ, ഷൂട്ടിന് മുമ്പായിരിക്കുമല്ലോ പാടുന്നത്. പക്ഷേ ലിറിക്സ് ആയിട്ടും പക്ഷെ ആ മെലഡിയുടെ ഇതിലാണ് ഞങ്ങള് അതെ നോക്കുന്നത്. അപ്പം ആ മൂഡിനുള്ളൊരു ട്യൂണായിരിക്കും ലിറിക്സ്. പിന്നെ സെക്കൻഡ് ഫേസ് ആണ് ലിറിക്സ് വരുന്നത്. ആദ്യം താനാ മാത്രമേ ഉണ്ടാവുള്ളൂ. മിക്കവാറും ഷൂട്ടിന് അയക്കുമ്പോഴും ചിലപ്പോൾ ലിറിക്സ് റെഡി ആയിട്ടുണ്ടാവില്ല. അപ്പം നമ്മളൊരു താനാന അതിൽ 1-2 വാക്കൊക്കെ നമ്മൾ വെറുതെ ഒരു എന്താ പാടും, ഇങ്ങനെ ഡമ്മി ആയിട്ട് ഇങ്ങനെ പാടും. ചിലപ്പോൾ ആ വാക്ക് തന്നെ അവസാനം വരിയായിട്ട് തന്നെ ലിറിക് റൈറ്ററിന്റെ പോയി കഴിഞ്ഞിട്ട് പുള്ളി അത് വെച്ച് ബിൽഡ് ചെയ്യാറുണ്ട്. അങ്ങനെ വന്നിട്ടുണ്ടോ ഇതിൽ നിങ്ങൾ പാടി ഡെമോ പോലെ പാടിയ വരികൾ തന്നെ? മാനയൊക്കെ അങ്ങനെയായിരുന്നു. പുസ്തകത്തിൽ ആദ്യത്തെ വരി നമ്മൾ തന്നെയാണ് ഡമ്മിയായിട്ട് തന്നെ നമ്മൾ മാനയെന്ന് വെറുതെ ഇട്ടതാ. മാനയെ താനാനൊക്കെ ഇട്ട് അയച്ചു കൊടുത്തു ഡയറക്ടർ. അഴകുള്ള പുള്ളിമാനെ അതുവരെ നമ്മൾ ചെയ്തു. പിന്നെ റഫീഖ് അഹമ്മദ് സാറാണ് എഴുതിയത്. അപ്പൊ പുള്ളി ഇത് റഫായിട്ട് കേട്ടപ്പോ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. മാനി അങ്ങനെ ആ നോട്ടിൽ. പിന്നെ പുള്ളിക്ക് അത് കാട്ടും ബെറ്റർ ഒരു വേർഡ് കിട്ടിയില്ല. അപ്പൊ പുള്ളി പറഞ്ഞു ഇത് തന്നെ വെച്ചാലോ എന്ന് ചോദിച്ചു. പിന്നെ ബാക്കി ഈ ലിറിസിസ്റ്റുമായിട്ടൊക്കെ ഉള്ള സംസാരവും അപ്പം ഇപ്പൊ ചില വാക്കുകൾ ഇപ്പം ലിറിക്സ് അവർ തരികയാണെങ്കിൽ ചിലപ്പോൾ കട്ടിയുള്ള വാക്കുകൾ നിങ്ങളുടെ ട്യൂണിന് ശരിയാവാത്തത് ഉണ്ടാവുമായിരിക്കും, പാടാൻ പാടുള്ളത്. മോസ്റ്റ്ലി നമ്മുടെ ട്യൂൺ ഇച്ചിരി എന്താ പറയാ, ഇപ്പൊ പോയിട്രി പോലത്തെ സംഭവം അല്ലല്ലോ. പഴയ കാലത്ത് ഒരു പോയിട്രി ശീലം ഉണ്ടല്ലോ പാട്ടിന്. ഇപ്പൊ നമുക്ക് എന്താ പറയാ മോഡേൺ സംഭവം കൂടി ചേർത്ത് എങ്ങനെയെങ്കിലും എന്താ പറയാ പുതുമയോടെ നമ്മളിപ്പോ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മുടെ വാക്കുകൾ മലയാളം എസ്പെഷ്യലി കുറച്ച് കട്ടിയാണ്. പക്ഷെ അത് നമ്മള് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് 2-3 സിറ്റിംഗ്സിൽ അത് യൂഷ്വലി ചില ആൾക്കാർ ഫ്ലെക്സിബിൾ ആണ്, ചില ലിറിസിസ്റ്റ് ഫ്ലെക്സിബിൾ അല്ല. നമുക്ക് മനസ്സിലാവാത്ത വാക്കുകളുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു മനസ്സിലാക്കും. വലിയ വാക്കുകളൊക്കെ വരുമ്പോ അങ്ങനെ ഏതെങ്കിലും ബുദ്ധിമുട്ടിച്ചൊരു വാക്കോ പാട്ടോ ഉണ്ടോ? ബുദ്ധിമുട്ടിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് അർത്ഥം അറിയില്ലായിരുന്നു. അല്ലേ, ചിരമഭയമി ആർക്കറിയാൻ പറഞ്ഞ സിനിമയില് അൻവർ അലി ചേട്ടൻ എഴുതിയതാണ്. അപ്പം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അതിൽ മാച്ച് ആവുന്നുണ്ട്, പാടിയൊക്കെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പുള്ളിയോട് ചോദിക്കാതെ അർത്ഥം എന്തായിരിക്കും അങ്ങനെ. പിന്നെ ഇതും അലയാഴികളും കുറെ പേര് ഇപ്പൊ ചോദിച്ചു. അലയാഴികളുടെ അർത്ഥം തിരമാലകൾ മനസ്സിലായി. അലയാഴികൾ ബേസിക്കലി തിരയടങ്ങാത്ത കടൽ, അതിന്റെ തിരമാലകൾ ഇടവാറുമോ ഒളിമിന്നുവാൻ വെച്ച ഹോപ്പ്. ഇത് പുതിയ ആളാ എഴുതിയത്, ഹരീഷ് മോഹനൻ പറഞ്ഞു. ആ ഒരു സിറ്റിംഗ് ഇപ്പോൾ ലിറിസിസ്റ്റുമായിട്ടൊക്കെ ഉള്ള ഒരു സിറ്റിംഗ് നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ പാട്ടിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കാനോ ഒക്കെ? അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ഐഡിയാസ് വരും മ്യൂസിക്കലി, അതിനനുസരിച്ച് എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനൊക്കെ പറ്റും. അപ്പൊ ഈ വേർഡ്സിനനുസരിച്ച് ബാക്കിംഗ് എന്തെങ്കിലും കുറച്ചുകൂടെ ഭയങ്കര പ്ലസന്റ് ഇതാണെങ്കിൽ കുറച്ചുകൂടെ പോസിറ്റീവ്, മറ്റേ കുറച്ച് ഇതാണെങ്കിൽ അങ്ങനെ കുറച്ച് സമയം എടുത്തായിരുന്നു. നമ്മൾ ഇപ്പൊ ഈ കൊടുത്ത കോൺസെപ്റ്റ് ഡാർക്കാണ്, പക്ഷെ ഹോപ്പും വേണം. അപ്പൊ അത് കുറച്ച് സമയം എടുത്തിട്ടാണ്. അതെ. പിന്നെ ഈ തെയ്യത്തിന്റെ സംഭവം വിഷ്വൽസിൽ വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു പുള്ളിയുടെ അടുത്ത്. അപ്പോൾ അതിന്റെ ഈ തെയ്യത്തിന്റെ എന്തെങ്കിലും വാക്കുകളൊക്കെ പുള്ളി ചേർത്തിട്ടുണ്ട് ഇതില്. രാവിൻ തോറ്റം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ രസകരമായ രീതിയിൽ ഏറ്റവും ബുദ്ധിമുട്ടിച്ച വാക്ക് ഏതെങ്കിലും ഉണ്ടോ? ഇപ്പം പകലിരവുകളിലൊക്കെ ചിലതിൽ ഞങ്ങൾ തന്നെ കേട്ടിട്ട് ഇതിന്റെ അർത്ഥം എന്താ നോക്കും. അത് അങ്ങനെ കുറച്ച് അതിന്റെ അർത്ഥം നമ്മൾ കുറെ വട്ടം കേട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ട് ഒയ്യോ ഇത്രയും വലിയ അർത്ഥമാണുള്ളത് എന്ന് തോന്നുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതന്നെ പകലിരവുകളാൽ മനസ്സിലാവാത്ത കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു പാടാൻ. പക്ഷെ ഡിഫിക്കൾട്ട് അല്ല, അത് ട്യൂണായിട്ട് ആ മീറ്ററിൽ വീഴുന്നോണ്ട് കുഴപ്പമില്ല. നിങ്ങൾ തമ്മിലുള്ളൊരു ബോണ്ട് വെച്ചിട്ട് മ്യൂസിക് ചെയ്യുമ്പോൾ അത് എത്രത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആ ഒരു കണക്ഷൻ മ്യൂസിക്കിൽ കൊണ്ടുവരുമ്പോൾ? അതെ, ഡെഫിനറ്റ്ലി. ആൻഡ് രണ്ടുപേര് ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ആണ്. നേഹയുടെ ഭയങ്കര ക്ലാസിക്കൽ ട്രെയിൻഡ് ആണ്, രണ്ട് സൈഡിൽ നിന്നും രണ്ട് ടൈപ്പ് ആർഗ്യുമെന്റ്സ് കിട്ടും അല്ലെ, രണ്ട് ടൈപ്പ് ഓഫ് ആംഗിൾ കിട്ടും. അതെ, പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത് കൊള്ളില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടില്ല രണ്ടുപേർക്കും തമ്മിൽ. അപ്പോൾ
ജഡ്ജ്മെന്റ് കുറച്ചുകൂടി പെട്ടെന്ന് നടക്കും. മറ്റേ ഒരു ഒറ്റയ്ക്കിരുന്ന് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇത് ശരിയായിരിക്കും കൊള്ളായിരിക്കും. അതെ, നമുക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവില്ല. ഇതിപ്പോ ഒരു ആളും കൂടി ഹെൽപ്പ് ചെയ്യാനുള്ളപ്പോ പറയാനും ഡിസിഷൻ മേക്കിംഗ്. പിന്നെ രണ്ടുപേരും മ്യൂസിക്കിൽ തന്നെ, പിന്നെ വീട്ടിൽ തന്നെയാണ് നമ്മുടെ സ്റ്റുഡിയോ. അപ്പൊ നമുക്ക് അങ്ങനെ വർക്ക് ടൈം ഹോം ടൈം ഇല്ല, എല്ലാം കൂടെ ഒന്നാണ് കൊളാബറേറ്റ് ചെയ്തിട്ടുള്ള. നിങ്ങളുടെ ഫസ്റ്റ് കമ്പോസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് വർക്ക് ചെയ്യുമ്പോൾ, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന തൊട്ട് ഇതുവരെയുള്ളൊരു ജേർണി നോക്കിയാലോ, നിങ്ങൾ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തൊക്കെ ഇവോൾവ് ആയി വന്നു, മ്യൂസിക്കലി ആയാലും പേഴ്സണലി ആയാലും? ഈ നേരത്തെ പറഞ്ഞ ഇപ്പം നേഹയുടെ ക്ലാസിക്കലും ആ ട്രെയിനിങ് എനിക്ക് കുറേ പഠിക്കാൻ പറ്റി ആ സൈഡിൽ. കാരണം ഞാൻ കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ പാട്ട് മാത്രമേ കേൾക്കുള്ളായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പ്ലേയിങ്ങും അങ്ങനത്തെ ഒരു ഹോട്ടൽ ബാൻഡിലും ഇംഗ്ലീഷ് പാട്ട് പാടുക, പള്ളിക്കോയർ. അപ്പോൾ അതിൽ നിന്ന് വളരെ കുറേ കാര്യങ്ങൾ ഈ സ്റ്റൈൽ ഓഫ് മ്യൂസിക്കിൽ നിന്ന് കുറേ ഇൻസ്പിറേഷൻ നേടി എനിക്ക്. അപ്പോൾ അത് ഭയങ്കര ആ ജേർണി ഞാനിപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി തോന്നുന്നു ആ സൈഡിൽ. അല്ല, സെയിം, വി ബോത്ത് ആർ ഇവോൾവിങ് ടുഗെദർ. അതാണ് ഇതിൻ്റെ സംഭവം. പിന്നെ ഞാൻ ഓൾമോസ്റ്റ് കോളേജ് വരെ കേട്ടോണ്ടിരുന്നത് ഫുൾ ക്ലാസിക്കൽ സെമി ക്ലാസിക്കൽ പാട്ടുകളും പഴയ ഹിന്ദി പാട്ടുകളൊക്കെ ആയിരുന്നു. പിന്നെ ലിസ്ണിങ് കുറേ വൈഡൻഡായി അവയിലെ കൂടെ പെർഫോം ചെയ്ത് തുടങ്ങിയപ്പോൾ. പിന്നെ അതിലൂടെ നമ്മുടെ ലിസ്ണിങ് ഒരുമിച്ചാണ് ഇവോൾവ് ആയത്. അപ്പോൾ ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ്. അത് ഹൗ ഇറ്റ് കെയിം ടുഗെദർ അത് ഇപ്പോഴും ഐ തിങ്ക് അതെ രസകരമായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു സിനിമ ഇപ്പം റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിനെക്കാട്ടും ഒക്കെ ഒരു പാട്ടോ അല്ലെങ്കിൽ ഒരു ലിറിക് വീഡിയോ ഇറങ്ങുമ്പോഴായിരിക്കും കുറച്ചും കൂടി എല്ലാവർക്കും ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടുക. അപ്പോൾ നിങ്ങൾ പാട്ടൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ അത് മൈൻഡിൽ വെക്കാറുണ്ടോ? ഓക്കെ, ഇത് ഇറങ്ങുമ്പോൾ ഇത് കൊളുത്തണം, അല്ലെങ്കിൽ ഇത് സെറ്റാണ് എന്നൊക്കെ ഉള്ളത് വരാറങ്ങാനുണ്ടോ മൈൻഡിൽ? ഇല്ല, സത്യം. കാരണം സിനിമയിലാവുമ്പം നമ്മുടെ ഓപ്ഷനൽ ഡയറക്ടറിന്റെ ഒരു പെർസ്പെക്റ്റീവ് ആണല്ലോ. പുള്ളിയുടെ മൈൻഡിലുള്ള സാധനം കറക്റ്റായിട്ട് നമ്മൾ കിട്ടിയിട്ടുണ്ടോ ഇല്ലെന്നാണ് നമ്മൾ നോക്കുന്നത്. അതാണ് നമുക്ക് ഏറ്റവും ആയിട്ടുണ്ടോ ഇല്ലെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് നമ്മുടെയും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ, അതുണ്ടാവും. പക്ഷേ ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ ഒറിജിനൽ കപ്പയുടെ ഒറിജിനൽ ചെയ്തപ്പോൾ നമുക്കറിയാമായിരുന്നു ഇത് വീഡിയോ ഇല്ലാതെ. ഇപ്പോൾ ആൾക്കാർക്ക് അങ്ങനെ അധികം എന്താ പറയുക പേഷ്യൻസ് ഇല്ല പാട്ട് മാത്രം കേൾക്കാനായിട്ട്. എന്തേലും നമ്മൾ ഇങ്ങനെ ഒന്നും കൂടെ എൻഗേജ് ചെയ്യണം. അപ്പൊ അങ്ങനെയാണ് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ അങ്ങനെ ആലോചിക്കാറില്ല, വിഷ്വലിന് വേണ്ടിയൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിൽ അങ്ങനെ എന്തായാലും ചിന്തിക്കാറില്ല. പാട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ വീഡിയോയുടെ ഐഡിയ സംഭവമൊക്കെ ആലോചിക്കുന്നത്. അതെ, ഫസ്റ്റ് നമ്മള് തൃപ്തിപ്പെട്ട്. അതെ, ഈ ഒറിജിനലാകുമ്പോ അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് കിട്ടി എന്നതില്. ഒരു സിനിമയ്ക്ക് വേണ്ടി നിങ്ങൾ മ്യൂസിക് ചെയ്യാണ്, അപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഫസ്റ്റ് ഇതിൽ തന്നെ അറ്റംപ്റ്റിൽ തന്നെ ഡയറക്ടറൊക്കെ ഹാപ്പി ആവും, അതോ വീണ്ടും മാറ്റി ചെയ്ത് അങ്ങനെ? രണ്ടും ഉണ്ടാവാറുണ്ട്. ചിലത് ഫസ്റ്റ് തന്നെ ഇമ്മീഡിയറ്റ്ലി ഓക്കെ ആവാറുണ്ട്, ചിലത് പിന്നെ 1-2 വർഷം അത് കാരണം നമുക്ക് ചിലപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ഡയറക്ടറിന്റെ മനസ്സിൽ എന്താണെന്നുള്ളത്. അപ്പം അതൊന്ന് 1-2 പ്രാവശ്യം ചെയ്യുമ്പം ഇത് കുറച്ചുകൂടി മറ്റതും കുറച്ചുകൂടി ഇതും എന്നൊക്കെ പറഞ്ഞ് അപ്പം നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റാറുണ്ട്. ആദ്യത്തെ വട്ടം തന്നെ ഓക്കെ പറഞ്ഞ ഏതെങ്കിലും ഉണ്ടോ? ആദ്യത്തെ വട്ടം കുറേ ഉണ്ട്. നമ്മുടെ ആദ്യത്തെ എനിക്കൊന്ന് അതൊക്കെ ആദ്യത്തെ ഇതില് സ്ക്രാച്ചില് തന്നെ ഓക്കെ ആയ പാട്ടുകളാണ്. അതേ സിനിമയിലെ യോബിന്റെ പുസ്തകത്തില് മറ്റേ രാവേ പറഞ്ഞ ലവ് സോങ് കുറെ വേർഷൻസ് എടുത്തു. 10 പ്രാവശ്യം ഒരു 13 വേർഷൻസ് ചെയ്തു. എന്റെ 8ാമത്തെ വേർഷനിലോട്ടാണ് പിന്നെ നമ്മൾ തിരിച്ചു പോയത്. അങ്ങനെ അതെ, കൺഫ്യൂഷൻ ആയിരുന്നു. അത് പഴയ കാലഘട്ടമാണ്, പക്ഷെ പാട്ട് പുതിയ രീതിയിൽ എടുക്കും വേണം, അങ്ങനത്തെ ഒരു കൺഫ്യൂഷനിലോട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇപ്പോൾ നേഹ വേറെ കമ്പോസറിന്റെ കീഴിൽ പാടുമ്പോഴാണോ, അതോ നിങ്ങൾ ഒരുമിച്ച് ഒരു കമ്പോസ് ചെയ്ത് അതിൽ പാടുമ്പോഴാണോ, ഏതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ ഓക്കെ ആയിട്ട് തോന്നുന്നത്? ഏതായിരിക്കും? ഇപ്പൊ മുമ്പ് ചോദിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിൾ എൻ്റെ സംഭവം ചെയ്യാനാണ്. ഇപ്പോൾ പക്ഷെ ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ ആണ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. വേറെ ഒരു ഡയറക്ടറും കൂടി വിളിച്ചാൽ എൻ്റെ സ്റ്റുഡിയോയിൽ തന്നെ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഏത് പാടിയാലും കംഫർട്ടബിൾ ആണ്. മറ്റേത് ഈ സ്റ്റുഡിയോ ടൈമിംഗ് ലിമിറ്റ് ഉള്ളപ്പോൾ മറ്റേ 1 മണിക്കൂർ നമുക്ക് റെക്കോർഡ് ചെയ്ത് തീർക്കണം. ആ പ്രഷർ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടാണ് പാടാൻ. പാട്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല അങ്ങനെ ഒരു പ്രഷറുള്ള ആള് പാടിയതാണെന്ന്.
അത് ആസ്വദിച്ച് പാടിയാലേ അത് എന്താ പറയുക അതിന് ഫുൾ ഇമോഷൻ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അതാണ് ഇപ്പൊ ഞാൻ ഫുൾ ടൈം ഞാൻ എന്ത് റെക്കോർഡ് ചെയ്താലും നമ്മുടെ സ്റ്റുഡിയോയിൽ നിന്നാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ കംഫർട്ടബിൾ ആണ്. അപ്പോൾ ഇനി കവർ സോങ്സിന്റെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈറൻ മേഘം ഒരു ബെഞ്ച് മാർക്ക്, അല്ലെങ്കിൽ അതൊരു ഹിറ്റാണ് അത് കവർ സോങ്സിന്റെ ഇടയിൽ. ആൾക്കാരൊക്കെ വന്ന് പറയാറുണ്ടോ ഈറൻ മേഘത്തെ പറ്റി? ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഈറൻ മേഘം ഇപ്പോഴും മെസ്സേജസ് വരുന്നതും ഈറൻ മേഘം. നിങ്ങൾ തുടങ്ങിയ സമയം തൊട്ട് ഇപ്പോൾ വരെ നോക്കാം, ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബ് ഒക്കെ ആയാലുണ്ട്, നമുക്കൊരു പ്രൊഡക്ഷൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആ ഒരു ഇതിലേക്ക്, വളർച്ചയിലേക്ക് നമ്മുടെ മ്യൂസിക് ഇൻഡസ്ട്രി ഒക്കെ മാറുകയാണ്. പ്രത്യേകിച്ച് ആരാണെങ്കിലും കുഴപ്പമില്ല, ചെറിയ ആർട്ടിസ്റ്റ് തൊട്ട് വലിയവരാണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാവും, ഹിറ്റാവും. അതെ, ആ ഒരു ഇതിനെ പറ്റി, ഒരു അക്സെപ്റ്റൻസിനെ പറ്റിയിട്ടോ? കുറേ പേർക്ക് എന്താ പറയുക അടിപൊളി കോമ്പോസിഷൻസും എല്ലാം ഉണ്ടാകും, പക്ഷെ അവർക്ക് ഫണ്ടിങ് ആണ് ഇല്ലാത്ത. ഒരു റെക്കോർഡ് ലേബിളാണ് ബേസിക്കലി ഇല്ലാത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഈ കപ്പ ഒറിജിനൽസ് പോലത്തെ ഇനീഷ്യേറ്റീവ് അടിപൊളിയാണ്. അത്രയും പുതിയ ആൾക്കാരെ, പുതിയ ഐം സെയിങ് ഓൾ ദ യങ്ങർ കിഡ്സിന് ഒരു ഓപ്പണിംഗ് ആണ്. അതില്ലായിരുന്നു നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത്. സിനിമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പൊ എല്ലാ ചാനൽ, ഇപ്പൊ റേഡിയോസിലും ഇങ്ങനത്തെ ഈ ഒറിജിനൽസ് എല്ലാം പ്ലേ ചെയ്യുന്നുണ്ടല്ലോ, കുറച്ചുകൂടി റീച്ച് കിട്ടി. അപ്പൊ എന്തായാലും അടിപൊളിയാണ്. കുറെ യങ് കമ്പോസേഴ്സ് വരട്ടെ, സിനിമയിൽ മാത്രല്ല. അതെ. വിധു പ്രതാപിനും സന്നിധാനത്തിനും എതിരെ ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഭയങ്കര വൈറലായി ചർച്ചയാവുന്നുണ്ടായിരുന്നു. ഇപ്പം മുടി നീട്ടി വളർത്തിയതിനെ പറ്റിയിട്ടാണ് വിധുവും സന്നിധാനത്തും. ഇപ്പം പാട്ട് പാടുന്നവരെ അവരുടെ ഒരു അറ്റയർ വെച്ചിട്ടോ, അല്ലെങ്കിൽ ഇപ്പൊ ഗൗരി ലക്ഷ്മിയുടെ കാര്യമാണെങ്കിലും അതെ, അറ്റയർ വെച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ ലുക്ക് വെച്ചിട്ടോ ഒക്കെ ജഡ്ജ് ചെയ്യുന്ന പോലൊരു ഇത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഫേസ്ബുക്കിൽ കാണാമല്ലോ, കമന്റുകളിലാണെങ്കിലും. അങ്ങനെയുള്ളതിന് തോന്നുമ്പോൾ, കമന്റുകളൊക്കെ കാണുമ്പോഴൊക്കെ എന്താ തോന്നാറ്? എന്താ പറയുക, ഇറ്റ്സ് നൺ ഓഫ് ദ ബിസിനസ് ഒന്നാമതായിട്ട് കമൻറ്റ് ഓൺ ദിസ്. ലൈക്ക് പക്ഷെ നമുക്ക് ഇതിനെ എന്താ പറയുക, നമുക്ക് ഇതിനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. എനിവേസ് ഗൗരി ലക്ഷ്മി എങ്ങനെ എന്താ പറയുക, ഹൗവർ ഷീ ഡ്രസ്സസ് ഓർ ഷീ സ്പീക്സ്, ഷീ ഈസ് ഗോൺ ടു കണ്ടിന്യൂ മേക്കിംഗ് ദ മ്യൂസിക് ഷീ ഡാസ്. അതിനെ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയൻസും ഉറപ്പായിട്ടും ഉണ്ടാവും, അത് കൂടും ചെയ്യും. പിന്നെ ഈ മറ്റേ സൈഡ് എന്താ പറയുക, ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ യൂഷ്വലി ഇതിന് എന്താ ഒരു സൈഡിലൂടെ കേക്ക് ഒരു സൈഡിലേക്ക് കളയാന്നേ ഉള്ളൂ. പക്ഷേ ഇത് ബിക്കോസ് ഐ എം നോട്ട് സ്ട്രോങ് ഇനഫ് ടു എന്താ പറയുക ഫൈറ്റ് ബാക്ക്. എന്താ ചെയ്യുക, മെച്യൂർ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാരായിരിക്കും. അത് വളരെ മോശമാണ്. ബട്ട് നമുക്ക് എന്താ പറയുക, പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ തിങ്. നമുക്ക് ഏതെങ്കിലും ഒരു പാട്ടുകൂടെ പാടി വൈൻഡപ്പ് ചെയ്താലോ? മേരെ